സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഒന്നാമത്തെ വാക്യം സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 11. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. दूसरा कुरिन्थियों 2:11 उसमें ऐसा लिखा है, क्योंकि हम शैतान के फंदे में नहीं पड़ना चाहते हैं और उसी की चाल अच्छी तरह जानते हैं. രണ്ടാമത്തെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി ചുറ്റി സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ വാക്യം. दूसरा वचन है पहला पत्रस 5:8. आप संयम रखें और जागते रहें, आपका विरोधी शैतान दौड़ते हुए सिंह की तरह विचारता है और ढूंढते रहता है कि किसी को फाड़ खाए. മൂന്നാമത്തെ ഒരു വാക്യം എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്നതിന്. ആദ്യത്തെ വാക്യം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്നതിന്. എഫേസ്യർ ഏത് ചാപ്റ്റർ 6 വേഴ്സ് 11. एफिसियो 6 अध्याय उसका 11वां वाक्य वो इस प्रकार कहता है कि आप परमेश्वर के अस्त्र शस्त्र धारण करें, जिससे कि आप शैतान की धूर्तता का सामना करने में समर्थ हो जाएं, क्योंकि हमें निरे मनुष्य से नहीं बल्कि वर्तमान अंधकार के अधिपति और अधिकारियों का तथा महाशासकों से, स्वर्गीय क्षेत्र के दुष्ट आत्माओं से ही संघर्ष करना पड़ता है. ഇവിടെ 3 വാക്യങ്ങളെയും അതിന്റെ ആകത്തുകയൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസും പത്രോസും അടക്കം വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്, പറയുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയുന്നവരാണ്, അതിനോട് എതിർത്ത് നിൽക്കണം. ആ തന്ത്രങ്ങളോടുള്ള ഒരു എതിർത്ത് നിൽപ്പാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് അവിടെ പറയുന്നതായി അവരെ എഴുതി വായിക്കുന്നവരെ പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. ये तीनों वचनों का जो मूल निकाला जाए तो ये निकलेगा कि हमको शैतान के चाल से किसी भी तरह बचकर रहना है, ताकि हम उसके चाल में गिरकर हमारी आत्मिक यात्रा कहीं खो न दे. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന കാര്യമാണ് പറയുന്നത്. സ്കീംസ് ഓഫ് ഡെവിൾ, the tactics of devil. അവിടെ the strategies of devil എന്നാ പറഞ്ഞിരിക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതും അവിടെ എഴുതിയതും രേഖപ്പെടുത്തിയിരിക്കുന്നു. यहाँ पर लिखा गया है शैतान की हर चाल, उसकी चतुराई, उसका शातिरपन, इसको जानना जरूरी है ताकि हम उससे बचे रहें. കാര്യം വളരെ ഓർത്തിരിക്കേണ്ടുന്നതും മനസ്സിലാക്കിയിരിക്കേണ്ടുന്നതും അറിഞ്ഞിരിക്കേണ്ടുന്നതും എതിർത്ത് നിൽക്കേണ്ടുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ. നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം എന്ന് വീണ്ടും അവിടെ പറയുകയാണ്. ये तीनों जगह पे ये लिखा गया है कि हम कैसे शैतान के चाल को, उसके शातिरपन को जाने, इसके बारे में अच्छी कल्पना हमारे जीवन में होनी चाहिए. हम कोई ऐसा बच्चों की तरह न रहें जो कि इसका चाल को नहीं जाने. सब विश्वासी जो हैं इसके शैतान के हर चतुराईपन को, उसके चाल को, उसके शातिरपन के दिमाग को जाने, ताकि हम किसी भी तरह से उसके चालों और चंगुल में न फंसे. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇതാണ്: പിശാചിന്റെ തന്ത്രങ്ങളാണ്, പിശാചിന്റെ പ്രവൃത്തികളല്ല.
പ്രവർത്തികളെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ അഴിച്ചു കളയുവാനിടയായിത്തീർന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതോട് ഉള്ള ബന്ധത്തിലൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 യോഹന്നാൻ 3:8 The Son of God appeared to destroy the works of devil. അവൻ മനുഷ്യപുത്രൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായി. കൊലോസി ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ പിശാചിന്റെ അവിടെ പ്രവർത്തികളെ ഗോഡ് അവിടെ പറഞ്ഞിരിക്കുന്നത് disarmed the principalities and powers and made him public spectacle. അവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെ പ്രവർത്തികളെ അഴിച്ചു, അവനെ പരസ്യകോലമാക്കി. എബ്രായ ലേഖനം 2:14 Christ took on human nature that through death he might destroy him who has the power of death. അവിടെ പറയുന്നതും ഇത് തന്നെയാണ്. പിശാചിന്റെ പ്രവർത്തികളായ മനുഷ്യന്റെ മേൽ വെച്ചിരിക്കുന്ന ആ മരണഭീതിയുടെ ഭയത്തെയും അതിൽ നിന്നുമുള്ള ഒരു വിടുതൽ. ഇവിടെ എല്ലാം കാണുന്നത് പിശാചിന്റെ പ്രവർത്തികളെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഡിസ്ട്രോയ് ചെയ്തു. നമ്മൾ എതിർത്ത് നിൽക്കേണ്ടുന്നത് അവന്റെ പ്രവർത്തികളെയല്ല, അവന്റെ തന്ത്രങ്ങളെയാണ്. यहाँ पे लिखा है परमेश्वर का पुत्र इसलिए प्रकट हुआ कि वह शैतान के कार्य को समाप्त कर दे, क्योंकि परमेश्वर हमारे लिए सूली पर मरा है, उसका शैतान का सारा कार्य को उसने समाप्त कर दिया है। अब वो शातिर शैतान जो है उसके चंगुल में फंसाने की हमें प्लान्स बनाता है। वो प्लान को भली भांति एक विश्वासी जानना चाहिए और किसी भी तरह उस प्लान में फंसने की ताकि वो फंसे नहीं। യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചു കളഞ്ഞു. ജീസസ് nullified the works of Satan on the cross. Now we need to fight against or stand against the tactics of the world. നമ്മൾ ഇന്ന് എതിർത്ത് നിൽക്കേണ്ടുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോടാണ്. പിശാചിന്റെ പ്രവർത്തികളെ പൂർണ്ണമായി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ അയച്ചു കളഞ്ഞു എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായി കഴിയുകയുള്ളൂ. ആ യേശു എന്തു കാൽവരി ക്രൂശിൽ ചെയ്തു അതിന്റെ ആഴം മനസ്സിലാക്കുന്ന ഒരാൾക്ക് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനായി കഴിയും. जो व्यक्ति ये भली बातें समझता है कि यीशु मसीह सूली पे मरने से शैतान के कार्य को उसने समाप्त कर दिया है, ऐसा ही व्यक्ति जो है उसके हर एक चाल का या प्लान्स जो भी है इसके बारे में समझ सकता है, ताकि वो प्लान में हम जाकर न फंसे बल्कि उससे बचे रहें। യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച് ജോൺ കാൽവിൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാനൊന്ന് എന്റെ ഭാഷയിലൂടെ ഞാനൊന്ന് പറയാം. അതിങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ വിജയം മരണത്തിന്റെ പ്രഭുവായ പിശാചിന്റെ മേൽ ഉണ്ടായ വിജയം, അതുപോലെ ഒരു വസ്തുത ഒരു രാജകീയ സിംഹാസനങ്ങളിലും ഉണ്ടായിട്ടില്ല, ഒരു നീതിന്യായ വ്യവസ്ഥിതികളിലും ഉണ്ടായിട്ടില്ല, ഒരു സിംഹാസനങ്ങളും അത്രമാത്രം ഉയർന്നിട്ടില്ല, ഒരു രഥങ്ങളും അത്രമാത്രം ഉയർന്നു സഞ്ചരിച്ചിട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് കാൽവരി ക്രൂശിൽ യേശു കർത്താവ് പിശാചിനെയും അവന്റെ പ്രവർത്തികളെയും അഴിച്ചു കളയുന്നതിലൂടെ ചെയ്തത് എന്നാണ് ജോൺ കാൽവിൻ തന്റെ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. एक पास्टर हैं जॉन कैल्विन है उनका नाम। उन्होंने यीशु मसीह ने जो कार्य जो सिद्ध किया सूली के ऊपर वो ये है कि शैतान को उसके कार्यों को पूरी तरह कैसा समाप्त कर दिया, नष्ट कर दिया। वो उसकी श्रेष्ठता कोई भी दुनिया में कोई भी साम्राज्य या कोई राजा भी नहीं कर सका। उससे भी भली भांति काम जो है प्रभु यीशु मसीह ने सूली के ऊपर करके शैतान के सारे कार्य को उसने नष्ट कर दिया। ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു സാത്താന്റെ ഇത്ര വലിയൊരു പ്രവൃത്തി മനുഷ്യവർഗത്തിന്മേൽ ഉണ്ടായിരുന്നത്? സൈത്താന്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്തായിരുന്നു? शैतान का सबसे बड़ा कार्य जो मनुष्य के प्रति क्या था उसके बारे में जानना जरूरी है। ആ ഏറ്റവും വലിയ പ്രവൃത്തി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വാക്യങ്ങളുണ്ട്, അതൊന്നും എടുക്കുന്നില്ല. അതിന്റെ എല്ലാം അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ, മാനവജാതിയെ തന്റെ അധികാര പരിധിക്കകത്ത് നിർത്താൻ, ആ പൈശാചിക പ്രവൃത്തിയുടെ അധികാരത്തിന്റെ അധീനതയിൽ, ഇരുളിന്റെ അധികാരത്തിൽ നിർത്താൻ പിശാചിന്റെ പ്രവൃത്തി ഏറ്റവും ശക്തമായിരുന്നു. അതാ ഏറ്റവും വലിയൊരു പ്രവൃത്തി. പുട്ടിംഗ് ദ ഹ്യൂമാനിറ്റി അണ്ടർ ദ
the control of devil. പിശാചിനെ അവന്റെ അധീനതയിൽ, അധികാരപരിധിയിൽ നിർത്തുക. ഇതായിരുന്നു ഏറ്റവും വലിയൊരു പ്രവൃത്തി പിശാചിന്റെ. शैतान का सबसे बड़ा कार्य कहा जाए तो किसी भी प्रकार मानव कुल को उसके अधिकार के नीचे लाकर, उसको अंधकार के नीचे रखकर, उसको मनुष्य को गुलाम बनाने का, यही था शैतान का सबसे महान कार्य. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ആ അധികാരത്തെ തകർത്തു കളഞ്ഞു. ആയുധങ്ങളെ വെച്ച് നിരായുധനാക്കി പിശാചിനെ. എന്നിട്ട് ആ പിശാചിനെ പരസ്യകോലമാക്കി എന്നാണ്, മേഡ് ഹിം പബ്ലിക് സ്പെക്ടക്കിൾ എന്നാണ് അവിടെ നമുക്ക് കൊലോസ്യർ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. शैतान के सारे कार्यों को जो है वो पूरी तरह हरा देता है, उसको निर्वस्त्र कर देता है और ये करता है कि परमेश्वर पूरी तरह बलवंत होकर जीत पाकर शैतान से, ताकि लोग जो है उसके अधिकार में न रहे बल्कि स्वतंत्र होकर जीवन बिताएं. അവൻ പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചു കളഞ്ഞു, അവനെ നിരായുധനാക്കിയെങ്കിലും ഇന്നും പിശാച് അവനെ കൊന്നുകളഞ്ഞില്ല, അവനെ നശിപ്പിച്ചു കളഞ്ഞില്ല. അത് നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ പൂർണ്ണമായ ഒരു നാശം കാണുന്നുള്ളൂ. അതുവരെയും അധികാരം നഷ്ടപ്പെട്ടവനായ, ആയുധങ്ങൾ നഷ്ടപ്പെട്ടവനായ പിശാച് തന്റെ തന്ത്രങ്ങൾ, വീണ്ടും എടുത്തു പറയുന്നു, തന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദൈവമക്കളെയും മാനവജാതിയെയും വീണ്ടും ആ അസ്വാതന്ത്ര്യത്തിലേക്ക്, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുവാൻ പിശാചു നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്തു നിൽക്കാനാണ് അപ്പോസ്തലനായ പൗലോസും പത്രോസും എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുന്നത്. जैसे परमेश्वर यीशु मसीह सूली पर वो उसके सारे अधिकारों को छीन लेता है और उसके हाथ में जो भी वेपन्स है उसको भी छीन लेता है, ताकि वो कोई भी कार्य करके सिद्ध न हो कि मनुष्य को उसके अधीन रखे, बल्कि सबको परमेश्वर के अधीन लेके आया है, ताकि हम इस ज्ञान के वजह से हम वापस से उसके चाल में या उसके चंगुल में किसी भी तरह न फंसे. നമ്മൾ പിശാചിന്റെ പ്രവർത്തികളായ അവന്റെ അധികാര പരിധിയിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് വന്നു. എങ്കിലും അവന്റെ തന്ത്രങ്ങളുണ്ട്. അതെന്തൊക്കെയായി തന്ത്രങ്ങൾ? അവന്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു 5 തന്ത്രങ്ങളും പിശാചിന്റെ 5 തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാം. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടുന്ന 5 കാര്യങ്ങളെ കുറിച്ചും ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. शैतान के 5 प्लान्स या तंत्र जो हैं उसके, वो 5 प्लान्स हैं. ये 5 प्लान्स में हम एक विश्वासी को हमेशा उसके ऊपर जीत दिलाने के लिए 5 उसका सॉल्यूशन भी पास्टर आप लोगों को समझाएंगे. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കാം, ഇത്രയും പേരുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് ഇത് ഒരു കേവലം പ്രസംഗമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതായിട്ടും മാറണ്ട. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, പ്രവർത്തികളെയൊക്കെ അഴിച്ചു കളഞ്ഞു. അവന്റെ അധികാര പരിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി വെളിച്ചത്തിന്റെ രാജ്യത്തിലായിരിക്കുന്ന എന്നോടും നിങ്ങളോടും ഉള്ള അവന്റെ തന്ത്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കാര്യം തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പത്രോസ് പറയുന്നു. ഇവിടെയൊക്കെ തന്ത്രങ്ങൾ, ടാക്ടിക്സ് എതിർത്ത് നിൽക്കാൻ പറഞ്ഞു. എന്തായിരിക്കും ഏറ്റവും വലിയ തന്ത്രങ്ങൾ? ആരെങ്കിലും ചിന്തിക്കുന്നവരാരെങ്കിലും, അല്ലെങ്കിൽ ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് ബോധ്യമുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ, ഏതായിരിക്കും വലിയ തന്ത്രങ്ങൾ? शैतान के विभिन्न प्रकार के प्लान्स और स्कीम से बचने के लिए प्रेरितों ने हमको लिखा है वचनों में. क्या मैं आप लोगों से जान सकता हूं कि शैतान का कोई प्लान या स्कीम जो आप जानते हो, ताकि आप उस प्लान्स और स्कीम्स में न फंसकर एक जीत वाली जिंदगी आप बिता सके? ऐसा कोई आपको प्लान्स पता है तो आप बता सकते हैं. തന്ത്രങ്ങളുണ്ടോ? Yes, Pastor. Yeah. Loving the world. Loving the world, yeah. It's the tactic of devil. It's the scheme of devil. It is the strategy of devil against the children of God. Yes, that's true. Any other thing? It comes to your mind that, or you are facing the tactics, or you are fighting Not to read the written word of God. Not to read the written word of God. That's very true. That's very true. Not to read the written word of God. That's true. Any other thing?
और भी Okay. कोई षड्यंत्र हैं जो शैतान का षड्यंत्र जो आप लोग जानते हो? हमने यहाँ पर कुछ लोगों ने बताया वचन को न पढ़ने का षड्यंत्र होता है, विभिन्न प्रकार के षड्यंत्र होते हैं। आप कोई षड्यंत्र के बारे में जानते हो तो बता सकते हैं आप। ഓക്കെ, സമയമില്ല. അമ്മ ഞാൻ തന്നെ അങ്ങ് പറയാം. ഒരു പല തന്ത്രങ്ങളുള്ള തന്ത്രങ്ങളെല്ലാം ഒരു 5 ഹെഡിങ്ങിന്റെ താഴെ ഞാനും കൊണ്ടുവരാം. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ മനസ്സിലും ചിന്തയിലും വരുന്നതെല്ലാം ഇതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഐ മീൻ 5 കാര്യങ്ങൾ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ പറയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ഹി വോണ്ട് അലൗ ദ വേർഡ് ടു കം ഇൻ അവർ ലൈഫ്. ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് വരാൻ പിശാച് അനുവദിക്കത്തില്ല. ആ വചനം നമ്മളിൽ വന്ന് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ പിശാച് അനുവദിക്കില്ല. അത് ഏറ്റവും വലിയൊരു തന്ത്രം എന്നുള്ളത്. सबसे बड़ा शैतान का षड्यंत्र इसी के लिए है कि परमेश्वर का वचन जो है हमारे अंदर न आ पाए, ताकि हमारे अंदर क्रिया कर कर हमारे जीवन में बदलावट हो सके। ये रोकने के लिए उसका सबसे बड़ा षड्यंत्र रहता है। ഈ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മ ശക്തിയിൽ എന്റെയും നിങ്ങളുടെയും ചിന്തകളിലേക്ക് വന്ന് ആ ചിന്തകളിൽ നിന്ന് അത് വിശ്വാസമായി പരിണമിച്ച് ആ വിശ്വാസം അത് ജീവിതമായി മാറി ദൈവത്തിന് പ്രയോജനകരമാകേണ്ടുന്ന ഒരു ജീവിതം ആയിത്തീരാതിരിക്കാൻ പിശാച് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നതാകട്ടെ, എഴുതപ്പെട്ട വചനം വായിക്കുന്നതാകട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരാതിരിക്കാനും അതിനെ എടുത്തു കളയാനും തനിക്ക് ചെയ്യാവുന്ന തന്ത്രങ്ങളെല്ലാം താൻ ചെയ്യും. ആമേൻ. അത് ഒന്നാമത്തെ തന്ത്രമാണ്. ഹി വോണ്ട് allow the word to come into your mind and to do the transformation in your life. सबसे बड़ा षड्यंत्र यही होता है कि परमेश्वर का लिखित वचन आत्मा के द्वारा हमारे दिलों में, मनों के अंदर आकर हमारे जीवन में जो रूपांतरण होता है वो रूपांतरण न होए और शैतान हमको किसी भी तरह परमेश्वर से दूर रखे। यही उसका सबसे बड़ा षड्यंत्र है। വാക്യങ്ങൾ എടുത്ത് വായിച്ച് ഇത് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിശ്വാസം. പുട്ടിങ് അൺഫെയ്ത്ത് അല്ലെങ്കിൽ ലിറ്റിൽ ഫെയ്ത്ത്. അവൻ നിങ്ങളെ വിശ്വാസത്തിൽ കുറച്ചു കൊണ്ടുപോകുക, ദൈവത്തിൽ അവിശ്വാസമുള്ളവരാക്കി തീർക്കുക. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നിങ്ങളുടെ ചിന്തയിലും ജീവിതത്തിലും കൊണ്ടുവന്ന് ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ദൈവത്തെ വിശ്വസിച്ചാൽ നടക്കത്തില്ല, ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് കാര്യമില്ല എന്നിത്യാദി ചിന്തകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും കുറച്ചു കളയുക എന്നുള്ളതാണ് പിശാചിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ തന്ത്രം. കാര്യം ഇത് വചനം അകത്ത് ക്രിയ ചെയ്യാത്തത് കൊണ്ട് രണ്ടാമതായി അവിശ്വാസം ജനിക്കുന്നു, ദൈവത്തെ നാം അവിശ്വസിക്കുന്നു. परमेश्वर के वचन को सुनने के बाद में विश्वास हमारे अंदर उत्पन्न होता है। तो शैतान का दूसरा षड्यंत्र कहा जाए तो हमको किसी भी प्रकार परमेश्वर के विश्वास से दूर रखे, या जिससे कि हम परमेश्वर में भरोसा या आश्रय न रखकर हम दुनिया उस शैतान के चाल में किसी भी चले जाए। ये दूसरा षड्यंत्र है सबसे बड़ा शैतान का। ദൈവത്തെ നാം അവിശ്വസിക്കുകയാണ്. हम परमेश्वर में अविश्वास करते हैं। ദൈവത്തെ അവിശ്വസിച്ചാൽ അടുത്തതായിട്ട് അവിശ്വസിക്കുന്ന ആരെയാണെന്നറിയാമോ? हम अगर परमेश्वर से विश्वास न रखे तो दूसरा और किसी से विश्वास नहीं रखेगा। ആരെയാണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ दूसरा किससे विश्वास कर सकता है फिर? രണ്ടാമത് അവിശ്വസിക്കുന്ന ആരെയാ? Children of God. ആണോ? Man of God ആണോ? കല്യാണം കഴിച്ചവരാണെങ്കിൽ ഞാൻ പറയും ആദ്യം രണ്ടാമത് അവിശ്വസിക്കുന്ന നിങ്ങളുടെ ഭാര്യയായിരിക്കും, അല്ല ഭർത്താവിനെ. और पहला तो परमेश्वर पे विश्वास नहीं करेगा और दूसरा व्यक्ति होगा आपकी पत्नी या पति। ഓ, എന്ത് ചെയ്താലും സംശയം. कोई भी करे, कुछ भी बात करे तो शक करता है पति को या पत्नी को। അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുന്ന മൂന്നാമതാ കാര്യം. ഒന്നാമത് ഈ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇങ്ങോട്ട് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ അവിശ്വാസം തുടങ്ങുക. അവിടെ അവിശ്വാസം. ദൈവത്തെ അവിശ്വസിക്കുന്നു, കൂടെയുള്ള ലൈഫ് പാർട്ട്ണറെ അവിശ്വസിക്കുന്നു, ദൈവദാസനെ അവിശ്വസിക്കുന്നു, കൂടെയുള്ള വിശ്വാസികളെ വിശ്വസിക്കുന്നു. അങ്ങനെ അവിശ്വാസം നിറഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമയായി തീരുന്നു. ഇറ്റ് ഈസ് ദ ടാക്ടിക് ഓഫ് ഡെവിൾ. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഉണരാം. പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽക്കാം. എന്റെ ദൈവം
ആമേൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ സകലത്തെയും നിയന്ത്രിക്കുന്ന, അവൻ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. അവന് തെറ്റുപറ്റുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തെ അവിശ്വസിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽക്കാം. शैतान हमको परमेश्वर के विश्वास से दूर करना चाहता है ताकि हमारे अंदर विश्वास या परमेश्वर पे आश्रय निकल जाए। उसके फलस्वरूप क्या होता है कि हमारे जीवन में कई प्रकार के अविश्वास आ जाते हैं। हम परिवार में अविश्वास होता है, हम अपने पासवान से, हमारे कलीसिया में विश्वासियों से और लोगों पर भी विश्वास नहीं होता है, और इसके वजह से हम शैतान के चाल में फंस जाते हैं। तो शैतान के इस षड्यंत्र से आप बचे रहें और उस सर्वशक्तिमान परमेश्वर पे विश्वास और भरोसा करें जो आपको चलाने के लिए तत्पर है और सर्वशक्तिमान है। മൂന്നാമത്തെ വലിയൊരു തന്ത്രം അത് ഇതാണ്, മേക്കിംഗ് യു ബിസി. നിങ്ങളെ എന്ത് ചെയ്യാം? ഒത്തിരി കാര്യത്തിൽ ബിസി ആക്കുക. और तीसरा षड्यंत्र है आपको बहुत ही ज्यादा व्यस्त रखना कामों में, अपने विभिन्न प्रकार के कामों में आपको व्यस्त रखें। ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കേൾക്കുവാനിടയാ ബിസി എന്ന വാക്കിന്റെ ഒരു അർത്ഥം പറഞ്ഞത്. ബിസി, BUSY, ബി അണ്ടർ സൈറ്റാൻസ് യോക്ക്. നമ്മൾ എപ്പോഴും പറയാം, പാസ്റ്റർ ഐ ആം ബിസി, ഐ ആം ബിസി വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. നോ, when we are asking people that why you are not coming for the prayer or coming to the prayer, why you are not reading the scriptures, always that they are saying that pastor I'm busy with lot of things, I'm busy with this, I'm busy with that. No, Satan making you busy. He is making you to come under the yoke of him. അവന്റെ സ്വാധീനത്തിന്റെ കീഴിലേക്ക്, അവന്റെ അധീനതയിലേക്ക് എന്നെയും നിങ്ങളെയും തിരക്കുകൾ കൊണ്ട് കൊണ്ടുവന്നിട്ട് ദൈവത്തോട് അടുക്കുന്നതിനോ, ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിനോ, ദൈവശബ്ദത്തിനോ, ദൈവവചനത്തിനോ ഒന്നും സമയമില്ലാത്തവരാക്കി തീർക്കുന്നു. ഇത് പിശാചിന്റെ മറ്റൊരു തന്ത്രമാണ്. 1,00,000 രൂപ കിട്ടുന്ന ജോലിയുണ്ട്, ഇനി 2,00,000 വേണ്ട, കർത്താവിന്റെ വരവടുത്തു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ, അത് മതി. അതിനു വേണ്ടിയിട്ട് കർത്താവേ, ഈ 1,00,000 ഉള്ളെങ്കിലും ഞാൻ അതിൽ സംതൃപ്തനാണ്. എനിക്ക് അങ്ങയോടുകൂടെ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, അതിൽ നിന്ന് ചിലത് ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. ഞാൻ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് അധീനനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാനും ആ ബിസിയാക്കുന്ന തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. शैतान हम लोगों को इतना काम में अपना व्यस्त कर देते हैं कि हम लोग को समय नहीं मिलता कि परमेश्वर और परमेश्वर के कार्य कुछ करने के लिए, ताकि हम दुनिया में ही लगे रहें। शैतान का ये षड्यंत्र को हम अच्छी तरह जानें और परमेश्वर के साथ समय बिताने के लिए हम अपने आप में कोशिश करते रहें। कितना भी पगार है उतने पगार में हम संतुष्ट होकर जीने की कोशिश करें, और भी ज्यादा पगार पाने की कामना रखते हुए हम ज्यादा ही ज्यादा व्यस्त हो जाएंगे और परमेश्वर से दूर हो जाते हैं। അപ്പൊ നാലാമത്തെ വലിയൊരു തന്ത്രമുണ്ട്. അതിതാണ് ആമേൻ, നമ്മളെ ഗിൽറ്റിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുക. നമ്മളെ എന്ത് ചെയ്യുക? ഒരു ഗിൽറ്റ് ഫീലിംഗ്, അതായത് ഒരു എന്താ പറയാ, ഒരു കുറ്റബോധത്തിൽ, ഒരു പിൻകാലത്തെവിടെയോ ചെയ്തു പോയ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന്റെ കുറ്റബോധത്തിൽ ജീവിക്കുവാനായി പ്രേരിപ്പിക്കുകയും ആ തന്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങളെ കുറ്റബോധത്തിന് നിങ്ങളെ ഒരു കുറ്റബോധത്തിന് അധീനരാക്കുകയും ചെയ്യുന്നത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. और दूसरा षड्यंत्र कहा जाए तो किसी भी प्रकार के अपराध या कसूरवार आपको ठहराकर आपके मन में हमेशा शंका होगा कि मैंने किया हुआ गलत या अपराध, इसके बारे में हमेशा सोच विचार करते हैं। यह भी एक शैतान का बड़ा षड्यंत्र है। ആമേൻ. കർത്താവ് നമ്മളെ പുതിയതാക്കി തീർത്തു, തന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധരാക്കി. ആമേൻ. നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മൾ പഴയ ആളുകളല്ല. എന്നിട്ടും പിശാചിന്റെ പരിപാടി എന്താണെന്നറിയാമോ? Satan will always accuse you and the accusation will lead you to go into guilt, but Holy Spirit will convince you and the conviction will lead you to repentance. Amen. പിശാച് നിങ്ങളെ കുറ്റപ്പെടുത്തി നമ്മളെ ഒരു കുറ്റബോധത്തിൽ ജീവിപ്പാൻ പ്രേരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തി പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. ഇത് പിശാചിന്റെ ഒരു
തന്ത്രമാ. അത് നാം അറിയണം. കുറ്റബോധത്തിൽ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും കുറ്റബോധങ്ങൾ ഉണ്ടെങ്കിൽ അത് വേണ്ട. അത് പിശാചിന്റെ തന്ത്രമാണ്. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും, മകനെ ഇത് ശരിയല്ല, മകളെ ഇത് ശരിയല്ല. അത് പശ്ചാത്താപത്തിലേക്ക് നയിക്കും. പശ്ചാത്താപം നിങ്ങളെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കും. നമുക്ക് പിശാചിന്റെ ആ തന്ത്രത്തോടും എതിർത്ത് നിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ പൂർണ്ണ നിശ്ചയത്തോടെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. पवित्र आत्मा आप लोगों को पाप का प्रायश्चित करने के लिए सामर्थ्य दिलाता है। शैतान जो है पाप के संदर्भ में आपको दोषी ठहराता है। आप दोषी ठहराने की वजह से क्या होता है कि आपको मृत्यु की तरह या सुसाइडल टेंडेंसीज आपको हो सकती हैं, मगर परमेश्वर की आत्मा आपको याद दिलाता है कि परमेश्वर यीशु मसीह आपके लिए सूली पर मरा, आपके गुनाहों को, आपके सारे दंड को उसने अपने ऊपर सूली पर उठा लिया है, आपको पाप मुक्त कर दिया है। आप इस बात को बुलाने के लिए शैतान बड़ा षड्यंत्र करता है ताकि आपको हमेशा पाप का दोषी ठहराए। അഞ്ചാമത്തെ വലിയൊരു തന്ത്രം ഇതാണ്. പിശാചിന്റെ ടാക്ടിക് ഇതാണ്. എന്നെയും നിങ്ങളെയും ഭയത്തിന്റെ അധീനതയിൽ കിടത്തുക. ഭയം ജീവിതത്തിൽ എന്ത് ചെയ്താലും ഭയം. നാളെയെ കുറിച്ച് ഭയം, തലമുറകളെ കുറിച്ച് ഭയം, ശരീരത്തെ കുറിച്ച് ഭയം, ആരോഗ്യത്തെ കുറിച്ച് ഭയം, ആത്മീക ഉന്നതിയെ കുറിച്ച് ഭയം, സമ്പത്തിനെ കുറിച്ച് ഭയം, എല്ലാത്തിനെ കുറിച്ചും ഭയം കൊണ്ടുവരുന്ന ഒരു തന്ത്രം പിശാചിന്റേതാണ്. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, പിശാചിന്റെ ഈ തന്ത്രം ഏറ്റവും വലിയ ഭയമായിരിക്കുന്ന മരണഭയത്തിൽ നിന്ന് എബ്രായ ലേഖനം 2:14 മരണത്തിന്റെ ഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. ആ തന്ത്രങ്ങൾ ഇനി നമ്മുടെ മേൽ ഫലിക്കുകയില്ല. ആ തന്ത്രങ്ങളോ ഇന്ന് രാത്രിയിൽ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയട്ടെ. ഏതെങ്കിലും നിലവാരത്തിൽ ഇന്ന് രാത്രിയിൽ ഭയത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് തന്നെ ആകട്ടെ, ഇങ്ങനെ പറയാൻ കഴിയട്ടെ, എനിക്ക് യാതൊരു ഭയവുമില്ല. കാര്യം എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ഭയത്തിന്റെ പിശാചിന്റെ തന്ത്രങ്ങളെ ശാസിച്ച് ആ ഇരിക്കുന്ന ഭയത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ എന്നെയും നിങ്ങളെയും ഈ ഉപവാസ പ്രാർത്ഥന കാരണമാക്കി തീർക്കട്ടെ. ये पांचवा जो षड्यंत्र जो शैतान हमारे लिए बनाता है वो है पाप भय को उत्पन्न करना। भय कहा जाए तो सभी प्रकार के भय, मृत्यु का भय, मेरा भविष्य का भय, मेरे बच्चों का भविष्य का भय, बीमारियों का भय, विभिन्न प्रकार के भय को लाकर परमेश्वर में जो स्वतंत्रता, आजादी और परमेश्वर में शांति और सुख का अनुभव करने की जगह ये परमेश्वर शैतान जो है आप लोग को भय के अधीन कर उसके षड्यंत्र में फंसा देता है। हम जो विश्वासी हैं इस षड्यंत्र को अच्छी तरह जानकर परमेश्वर के प्रेम में बने रहें। ഈ 5 തന്ത്രങ്ങളും പിശാച് പരീക്ഷിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ മനസ്സുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ 5 തന്ത്രങ്ങളും. ഇതിന്റെ പരിണിത ഫലങ്ങളും അതൊരു പക്ഷെ ശരീരത്തിലായിരിക്കും റിഫ്ലക്ട് ആകുന്ന, നിങ്ങളുടെ ജോലിയിലോ ജീവിതത്തിലോ കുടുംബത്തിലായിരിക്കും റിഫ്ലക്ട് ആകുന്നത്. പക്ഷെ ഈ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നതും ഈ തന്ത്രങ്ങൾ ചിലവഴിക്കുന്നതും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ മനസ്സിലുമാണ്. ये 5 जो षड्यंत्र शैतान का है ये कार्य करता है अपने सोच विचार के अंदर। आपके शरीर में शायद होगा नहीं, आपके सोच विचार के वजह से आप इसके चंगुल में फंसने की प्लान हो सकता है। इस प्लान से बचे रहने के लिए हमारे सोच को सुधारना होगा। നിങ്ങളുടെ ശരീരമൊന്നും പിശാചിന് വേണ്ടെന്നേ. നമ്മൾ ചുമ്മാ പറയാം, നമ്മുടെ ശരീരവും ജോലിയും പൈസയും ഒന്നും പിശാചിന് വേണ്ട. हमारे शरीर, हमारा धन दौलत, इसको ये कोई शैतान की आवश्यकता नहीं है। നിങ്ങൾ ഒരു 2 ദിവസം പനിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇതുവരെ പ്രാർത്ഥിക്കാത്ത പോലെ പ്രാർത്ഥിക്കും. ഒരു ജോലി പോയാൽ വളരെ പ്രാർത്ഥന കൂടുതലാകും. നിങ്ങളുടെ പൈസ അല്പം കുറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കും. തലമുറകൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഉടനെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടും. അങ്ങനെയാണെങ്കിൽ പിശാചിനറിയാം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥനയും ദൈവമായിട്ട് അടുക്കും എന്നൊരു അറിവുള്ള പിശാച് നിങ്ങൾക്ക് ഇതൊക്കെ തരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. ദൈവത്തിന്റെ അറിവ് കൂടാതെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു തലമുടി പോലും പൊഴിയുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പനി വരുന്നതും രോഗം വരുന്നതും ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നതും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നതൊന്നും പിശാച് കൊണ്ടുവരുന്നതല്ല. അവന്റെ പ്രവർത്തികളെ മുഴുവൻ അഴിച്ചു കളഞ്ഞു. അവന്റെ തന്ത്രങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ചില
ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആമേൻ ആ ചിന്തകളിലൂടെ നിങ്ങൾക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തെ കുറച്ചു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പിശാചെടുക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞവരായി ഇന്ന് രാത്രിയിൽ അതിനെതിരെ പോരാടാൻ സജ്ജരായി എഴുന്നേൽക്കുവാൻ ആമേൻ ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും ആമേൻ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നു. शैतान अच्छी तरह जानता है कि आप अगर बीमार हो जाएं तो आप शायद ज्यादा प्रार्थना कर आप परमेश्वर में छुटकारा पाएंगे, या फिर आपकी नौकरी चली गई तो आप प्रार्थना कर परमेश्वर से कुछ पा सकते हैं। तो शैतान का नजरिया इस ओर नहीं है, बल्कि आपकी चिंताओं के अंदर किसी भी प्रकार से भय लाना, ये शैतान का बड़ा षड्यंत्र है। मगर इन षड्यंत्र के बारे में अच्छी तरह जानकर, ये बात को अच्छी तरह जाने, उसका कार्य को हमारे जीवन में कुछ नहीं कर सकता, वो सिर्फ षड्यंत्र कर सकता है, ताकि हम उस षड्यंत्र को जानते हुए उस षड्यंत्र से बचे रहे हैं। ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ സർപ്പം ഉപായത്താൽ ആമേൻ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ മനസ്സ് ആമേൻ ആ കോൺസെൻട്രേഷൻ വിട്ട്, ആ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട്, ആ ദൈവവുമായിട്ടുള്ള ഏകാഗ്രത വിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാര്യം പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുവാൻ പര്യാപ്തമാണ്. നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ആമേൻ അത് പിശാച് ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ആമേൻ പിടിച്ചു കുലുക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടാത്തത് ഇട്ടു തരിക. ഇന്ന് രാത്രിയിൽ ആ ഉപായത്തെ തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. शैतान कभी नहीं चाहता कि आपके शरीर को कुछ करे। शैतान हमेशा ये कार्य करने के लिए तत्पर रहता है ताकि आपके मन के अंदर, आपके सोच विचार के अंदर भय उत्पन्न करे, ताकि आपको परमेश्वर से दूर कर दे। इसीलिए हम हमेशा इस षड्यंत्र के बारे में अच्छी तरह जाने कि वो हमेशा मन के अंदर कार्य करता है। इसके लिए वचन को पढ़कर अपने मन के अंदर रूपांतरण लाना ये बहुत ही अत्यावश्यक है। അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിലീവ് ആൻഡ് വാട്ട് യു ബിലീവ് ദാറ്റ് യുവർ ലൈഫ് വിൽ ബി. आप जो सोचते हैं वैसा ही आपके जीवन में होता है, इसीलिए आपका सोच को सुधारिए। आप क्या सोचते हैं ऐसा आप വിശ്വാസ് करते हैं नो എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. എന്താണ് വിശ്വസിക്കുന്നത് അതുപോലെ നിങ്ങൾ ജീവിക്കും. जो आप सोचते हैं वैसा ही आप विश्वास करते हैं, और जैसा विश्वास करते हैं वैसा ही आप अपना जीवन बिताते हैं। इसीलिए अपने सोच को सुधारिए। അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടുന്ന 5 കാര്യങ്ങളൂടെ പറഞ്ഞ്, ഇത് പിശാചിന്റെ നാമൻ പ്രവർത്തികളെ, നമ്മൾ 5 പ്രവർത്തികളെ കുറിച്ച് ചിന്തിച്ചു. അത് ഒരു 100 നിങ്ങൾക്ക് പറയാം. ഇതെല്ലാം ഇതിന്റെ അണ്ടറിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആമേൻ. പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്യേണ്ടുന്ന 5 ചിന്തകൾ നിങ്ങളുടെ ചിന്തയിലേക്ക് ഫീഡ് ചെയ്യേണ്ടുന്നത് ഇന്ന് രാത്രിയിൽ പറഞ്ഞ് അടുത്ത 21 മിനിറ്റിനുള്ളിൽ നമ്മുടെ ആമേൻ മെസ്സേജ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ആമേൻ. ഈ 5 ആമേൻ ചിന്തകൾ നിങ്ങളുടെ ചിന്തയിലേക്ക്, ഇതിനെ ഓവർകം ചെയ്യേണ്ടുന്ന 5 ചിന്തകൾ. ये 5 षड्यंत्र जो मन में होता है, ये षड्यंत्र से बचने के लिए आपको 5 प्रकार के आपके मन में चिंताओं को लाना होगा। उस चिंताओं के बारे में बाकी के समय में बात करना चाहता हूं आप लोगों से। ഈ 5 ചിന്തകളെയാണ് പിശാച് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനായി ശ്രമിക്കുന്നത്. ये 5 बातों को आपके मन से, आपके सोच से निकाल फेंकना चाहता है शैतान। ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 1000 പ്രാവശ്യം കേട്ടതായിരിക്കാം. എങ്കിലും ഒരിക്കൽ കൂടെ ഈ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടുന്നതിന് നിങ്ങളുടെ ചിന്തകളെ ഇതൊന്ന് ഫീഡ് ചെയ്യണം. ആമേൻ എന്റെ മനസ്സിലേക്ക് കയറ്റുന്നു, ഞാനിത് ചിന്തിക്കുന്നു, ഞാനിത് വിശ്വസിക്കുന്നു, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും എന്ന് ഇന്ന് രാത്രിയിൽ പറയുവാനായി കഴിയണം. इन 5 सोच जो है आपके मन के अंदर डाल दीजिए। इससे आपको शैतान के उस षड्यंत्र से बचा रहेगा। जो षड्यंत्र अपने मन से वो करता है, उस षड्यंत्र से बचा रहने के लिए 5 सोच के बारे में बताना चाहता हूं जो आपके मन में डालना चाहिए। आप ഒന്നാമത്തെ ചിന്ത पहला सोच ये है, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒന്നാമത്തെ ചിന്ത, ഇന്ന് രാത്രിയിൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടുന്നതിന് എന്റെ മനസ്സിലേക്ക്, എന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന കാര്യമിതാ, ഞാൻ ദൈവത്തിന്റെ മകനാകുന്നു എന്ന ചിന്ത ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും ചിന്തയിലേക്ക് വരട്ടെ. जो पहला सोच जो शैतान के षड्यंत्र से बचने के लिए हमारे जीवन में होना चाहिए, ये है कि हम परमेश्वर के संतान हैं। ये बात को अच्छी तरह भली भांति आप समझ जाए, आपके सोच विचार में बदलाव हो जाए, तो आप उसके षड्यंत्र से बच सकते हैं। പിശാചിന്റെ തന്ത്രമിത, പ്രവൃത്തി ഇതല്ല, പ്രവൃത്തി അവന്റെ അധികാരത്തിന്റെ പരിധിയിലായിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അവൻ എന്റെയും നിങ്ങളുടെയും ചിന്തയിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്ന തന്ത്രമിത, നിങ്ങൾ പരാജയത്തിന്റെ തലമുറകളാ, ശാപത്തിന്റെ തലമുറകളാ, രോഗത്തിന്റെ തലമുറകളാ, ഇല്ലായ്മയുടെ തലമുറകളാ, നാശത്തിന്റെ തലമുറകളാ, അന്ധകാരത്തിന്റെ തലമുറകളാ എന്ന ഭയത്തിന്റെ തലമുറകളാ. ഇതൊന്നുമല്ല എന്നെയും നിങ്ങളുടെയും ചിന്തകളെ അനുനിമിഷം ഭരിക്കേണ്ടുന്നത്. ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് പറയാൻ, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ച ഓരോ ദൈവമക്കൾക്കും പറയാൻ കഴിയണം, ഐ ആം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മകനാ. പിശാചേ, നിന്റെ തന്ത്രങ്ങൾ എന്റെ മേൽ ഫലിക്കില്ല. പിശാച് ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാ, നിങ്ങൾ ദൈവത്തിന്റെ മകൻ എന്നുള്ള പദവിയിൽ നിങ്ങൾ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന നിൽപ്പ് പിശാചിന് ഭയമുള്ളതാണ്. അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നതാണ്. शैतान का षड्यंत्र ये है, आप लोग को सोच में डाले कि आप अंधकार के संतान हैं, शाप के संतान हैं, बीमारी के संतान हैं और लाचारी के संतान हैं। मगर एक विश्वासी, जो परमेश्वर को जानने वाला विश्वासी, अच्छी तरह भली भांति परमेश्वर की आत्मा के द्वारा ये बात को समझता है कि वो परमेश्वर यीशु मसीह और परमेश्वर का संतान। ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയട്ടെ, ഞാൻ ദൈവത്തിന്റെ മകനാ. നിന്റെ തന്ത്രങ്ങൾ എന്റെ മേൽ ഫലിക്കുകയില്ല. പിശാചിന്റെ തന്ത്രങ്ങൾ എന്റെ മേൽ ഫലിക്കുകയില്ല. ഞാൻ ദൈവത്തിന്റെ മകനാ എന്ന പൂർണ്ണ പ്രാഗൽഭ്യത്തോട് പറയുവാനും നിൽക്കുവാനും മുമ്പോട്ട് യാത്ര ചെയ്യുവാനും എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. शायद अलेक्स ब्रदर का कुछ डिस्कनेक्ट हो गया, इसलिए मैं बताता हूं कि परमेश्वर इसलिए हमारे जीवन में ऐसे मदद करें कि शैतान हमारे जीवन में जब भी ऐसा गलत या झूठ विचार लाता है तो हम यह विचार करें, ये सोचें कि मैं परमेश्वर का संतान हूं, प्रभु यीशु मसीह के द्वारा छुड़ाया गया हूं, और इसीलिए शैतान का किसी भी षड्यंत्र में हम न फंस सकें। രണ്ടാമത്തെ കാര്യം, സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. രണ്ടാമത്തെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടുന്നത് യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള വിചാരങ്ങൾ, പ്ലാനുകൾ, പദ്ധതികൾ നാശത്തിലേക്കല്ല, അത് ഉയർച്ചയിലേക്കും നന്മയിലേക്കും ഉള്ളതാണ്. പിശാചിന്റെ പദ്ധതി ഇതാണ്, പിശാചിന്റെ തന്ത്രം ഇതാണ്. നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുമില്ല, നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു ചിന്തയുമില്ല, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിനൊരു ചിന്തയില്ല, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് ദൈവത്തിനൊരു കൺസേൺ ഇല്ല, നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ദൈവത്തിനൊരു വിചാരമില്ല, നീ നശിച്ചു പോകുന്നത് ദൈവത്തിന് വിചാരമില്ല എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയണം, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ട്. ആ വിചാരങ്ങൾ നാശത്തിനല്ല, എന്റെ നന്മയ്ക്കായിട്ടുള്ളതാണ്, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. यिर्मयाह 9:11 में लिखा है कि परमेश्वर को तुम्हारे बारे में जो सोच विचार है वो विनाश के लिए नहीं परंतु भलाई के लिए हैं और ऊंचाई के लिए हैं। तो उसी प्रकार परमेश्वर को हमारे बारे में जो विचार है, जो योजना है, वो हमारे भलाई के लिए हैं। लेकिन उल्टा शैतान ये विचार लाता है कि हमारे लिए जो कुछ भी परमेश्वर की योजना है वो विनाश का है, जो कुछ भी हमारे जीवन में हो रहा वो विनाश का है। लेकिन उसका उल्टा परमेश्वर हमारे लिए जो सोचता है वो विचार हम अपने अंदर रखें। सब कुछ परमेश्वर हमारी भलाई के लिए विचार करता है। രാത്രിയിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ
രാത്രിയിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ വലുതാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ ചിന്തയിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ തന്ത്രങ്ങളെ എടുത്തു മാറ്റിയിട്ട് ധൈര്യത്തോട് തല ഉയർത്തി പിടിച്ച് നമ്മൾക്ക് സധൈര്യം പറയുവാൻ കഴിയട്ടെ, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചും എന്റെ തലമുറകളെ കുറിച്ചും എന്റെ ജീവിതത്തെ കുറിച്ചും എന്റെ ആയുസ്സിനെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. അത് ദൈവം നിവർത്തിക്കും. പിശാചേ, നിന്റെ പ്രവർത്തികൾക്ക് എന്റെ ജീവിതത്തിൽ स्थानमिल्ल। हालेलुया। अगर आज कोई भी व्यक्ति शैतान के उन कुतंत्रों की वजह से बड़े निराशा की विचारों में रहते हैं और यहाँ मैं और मेरे परिवार, मेरे बच्चे, हमारे भविष्य सब कुछ नष्ट हुआ, ऐसा सोच में कोई भी है शैतान की उस तंत्रों की वजह से, तो परमेश्वर की आत्मा हमें आज बताते हैं, नहीं, परमेश्वर को हमारे लिए जो विचार है, परमेश्वर को हमारे लिए योजना है, उसी के बारे में हम विचार करें। वो हमारे विनाश के लिए नहीं, हमारे संतान, हमारे भविष्य और उन किसी भी प्रकार की नाश के लिए नहीं है, परंतु ऊंचाई के लिए, भलाई के लिए और चंगाई के लिए है। ये बात को लेकर हम शैतान के तमाम प्रकार की कुतंत्रों पर विजय पाकर आगे बढ़ते चले जाएं। മൂന്നാമത്തെ കാര്യം, റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മൂന്നാമത്തെ ചിന്ത എന്റെ മനസ്സിലേക്ക് നാം കൊടുക്കേണ്ടുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് കൊടുക്കേണ്ടത് ഇതാണ്: എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എന്റെ ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ശാരീരിക ക്ലേശം വന്നെന്നിരിക്കാം, ജോലിയിൽ തടസ്സങ്ങൾ വന്നെന്നിരിക്കാം, രോഗങ്ങൾ ഉണ്ടായെന്നിരിക്കാം, ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അതിന്റെ നടുവിലും വിളിച്ചു പറയാൻ പിശാച് പറയും, ഇത് ദൈവത്തിന് അറിവില്ല. നാം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നമ്മുടെ ചിന്തയിൽ പറയണം, ചിന്തയിൽ ഉൾക്കൊള്ളണം, വിശ്വസിക്കണം. എന്റെ ദൈവം അറിയാതെ എന്റെ തലയില് ഒരു മുടി പോലും പൊഴിയുകയില്ല. എന്റെ ദൈവം അറിഞ്ഞു മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളെ നന്നായി അറിയുന്ന ഒരു സർവശക്തന്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന സകല ചിന്തകളെയും മാറ്റിവെച്ചിട്ട് ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിനൊരു നന്ദി പറയുവാൻ കഴിയുമോ? എന്റെ ദൈവമേ, അങ്ങറിയാത്തതായി ഒന്നും എന്റെ ജീവിതത്തിലില്ല, അങ്ങറിയാത്തതായി എന്റെ കുടുംബത്തിലില്ല, അങ്ങറിയാത്തതായി എന്റെ തലമുറകളിലില്ല. ഇത് പിശാചിനെ കുരുക്കാൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്. ഞാൻ ഇന്ന് രാത്രി അതിനോട് എതിർത്ത് നിൽക്കുന്നു. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ അതിനായി സ്തോത്രം, നന്ദി പറയുന്നു കർത്താവേ. हालेलुया। रोमियो 8:28 हम सब जानते हैं कि परमेश्वर अपने प्रेम करने वालों के लिए, हाँ, अपने पूर्व योजना के अनुसार बुलाए गए लोगों के लिए सब कुछ भलाई के लिए करता है और उत्पन्न करता है। ऐसे हैं तो हमारे अंदर होने वाला, जो रखने वाला अगला विचार ये है, अगला सोच ये है कि मेरे जीवन में चाहे कुछ भी हो, वो सब कुछ परमेश्वर की जानकारी के साथ है, परमेश्वर की योजना के अंतर्गत में है। जबकि शैतान ये समझाने की कोशिश करेगा कि हमारे जीवन में आए हुए विपत्ति, बीमारी, कष्ट, नष्ट, ये सब कुछ परमेश्वर की योजना के अंतर्गत नहीं है और परमेश्वर को इन बातों पर कोई नियंत्रण नहीं है। लेकिन हम शैतान के कामों के विरोध करते हुए यह सोच हमारे अंदर रखें कि मेरे लिए परमेश्वर का सारी योजना है और जो कुछ भी मेरे जीवन में होता है वो मेरी परमेश्वर के विचार, इच्छा और योजना के अंतर्गत ही है। നാലാമത്തെ കാര്യം, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്. രണ്ടാമത്തേത്, ദൈവത്തിന് എന്നെയും നിങ്ങളെ കുറിച്ച് പ്ലാൻ ഉണ്ട്. മൂന്നാമത്തേത്, അവന്റെ അറിവ് കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. നാലാമത്തെ കാര്യം 2 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്റെ
കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ ഒരു അറിവ് എനിക്കും നിങ്ങൾക്കും അവനുണ്ടാകണം, എന്റെയും നിങ്ങളുടെയും ചിന്താഗതികളിലേക്ക് വരണം. ബലഹീനതയില്ലാത്ത മനുഷ്യരില്ല, പക്ഷെ ആ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നത് മനുഷ്യന്റെ പിൻബലമല്ല, സമ്പത്തിന്റെ ആസ്തിയല്ല, ആമേൻ, എന്റെയും നിങ്ങളുടെയും സമൂഹത്തിലെ വിലയും നിലയും ഒന്നുമല്ല, ആമേൻ, ജീവിതത്തിന്റെ ജനിച്ചു വളർത്തപ്പെട്ട പശ്ചാത്തലങ്ങളൊന്നും എനിക്കും നിങ്ങൾക്കും ആമേൻ പിൻബലമായി വരത്തില്ല. അതിന് പിൻബലമാകുന്നത്, എന്റെ ബലഹീനതയിൽ എന്നെ താങ്ങുന്നത് ആമേൻ ദൈവത്തിന്റെ കൃപയാണ്. പിശാചിന്റെ തന്ത്രമാ, നീ ബലഹീനത, നീ ഇരുന്നു പോയി, നിനക്കിനി എഴുന്നേൽക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ധൈര്യത്തോടെ പറയാൻ കഴിയട്ടെ, എന്റെ ദൈവത്തിന്റെ കൃപ എനിക്ക് മതി, ആ ശക്തി എന്റെ ബലഹീനതയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. दूसरा कुरिन्थियों 12 का 9वां पद में जो बताया हुआ बात है, शैतान की तंत्रों के विरोध में रहने के लिए हमारे अंदर होने वाला चौथी बात वो ये है, वहां लिखा है मेरा अनुग्रह या परमेश्वर की अनुग्रह हमारे दुर्बलताओं में बढ़ता चला जाता है। हर किसी मनुष्य की जिंदगी में दुर्बलताएं हैं और ऐसी स्थितियां हैं, तो भी हमारे परमेश्वर का अनुग्रह है हमारी दुर्बलताओं में बड़ा होता है, बढ़ता जाता है, काफी हो जाती है। ना आर्थिक ताकत, ना हमारे शारीरिक कायबल, ना पीछे हमारे मनुष्यों के कोई समर्थन, इस प्रकार की किसी भी प्रकार की बात नहीं, परंतु हमारे दुर्बलताओं में जो है बढ़ता है वो परमेश्वर का अनुग्रह है। यह बात हम लेकर के हमारी जिंदगी की निम्न अनुभवों में भी शैतान के कुतंत्रों से लड़ते चले जाए। ആമേൻ. അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് പറയുന്ന വാക്കുകൾ നമുക്ക് ഇവിടെ കാണുന്നത്, നിരന്തരമായി തന്റെ ജീവിതത്തിൽ എന്തുമാകട്ടെ ഏതോ ഒരു വിഷയത്തിന്റെ മുകളിൽ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം തന്നോട് സംസാരിക്കുന്ന വാക്കുകളാ, എന്റെ കൃപ നിനക്ക് മതി. ഞാൻ ചിന്തിച്ചൊരു കാര്യമാ, അപ്പോസ്തലനായ പൗലോസിന്റെ ആ ബലഹീനത, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആത്മികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, എന്ത് തന്നെ ആകട്ടെ, ഒരു ആമേൻ അന്നത്തെ അവിടുത്തെ ആമേൻ ഒരു ലീഡേഴ്സിനോടും പറഞ്ഞില്ല, ഒരു ആമേൻ മറ്റുള്ളവരോടും പറഞ്ഞില്ല. അത് പറഞ്ഞത് ആമേൻ ദൈവത്തോട് താൻ പങ്കുവെക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ബലഹീനതകൾ എന്ത് തന്നെ ആകട്ടെ ഒരു വ്യക്തികളോടും പങ്കുവെക്കണ്ട, ആ പങ്കുവെക്കേണ്ടുന്നത് ദൈവത്തോട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലി ഇതില് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനൊരു ബലഹീനതയുണ്ടെങ്കിൽ അതാകട്ടെ എന്ത് തന്നെ ആകട്ടെ, അത് ഭാര്യയോട് പോലും പറയണ്ട, ഭാര്യയുടെ ബലഹീനത ഭർത്താവിനോടും പറയണ്ട, ആരോടും നമ്മുടെ ബലഹീനതകൾ പങ്കുവെക്കരുത്. പങ്കുവെക്കാൻ കഴിയുന്ന ഒരേ ഒരിടം മാത്രമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ, അത് സർവശക്തന്റെ പാദപീഠമാ. ആ ബലഹീനതയെ മനസ്സിലാക്കി ശക്തി തന്ന് ബലം തന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന സർവശക്തന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ബലഹീനതകളെ ഒന്ന് ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ ആ കൃപ ഇന്ന് രാത്രിയിലും വ്യാപരിക്കും. ആ കൃപ, ആ ശക്തി ഇന്ന് രാത്രിയിലും എന്നെയും നിങ്ങളെയും ശക്തീകരിക്കും, പ്രോത്സാഹിപ്പിക്കും, ബലപ്പെടുത്തും, മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ആർജവം തരുവാനിടയായി. दूसरा कुरिन्थियों 12वां अध्याय 9वां जो पद है वो पौलुस की प्रार्थना के लिए परमेश्वर का उत्तर है। हम नहीं जानते क्या था, मगर पौलुस की जिंदगी में कुछ तो निर्बलता थी, दुर्बलता थी, समस्या थी, लेकिन वो क्या है हमें नहीं मालूम। इसी तरह प्यारों, हमारे जीवन की जो है निर्बलता या दुर्बलता हम किसी भी मनुष्य को न बताएं। पति की दुर्बलता पत्नी को भी, पत्नी की दुर्बलता पति को भी तक ना बताएं, परंतु हमारी जिंदगी की सारी दुर्बलताएं हम उसी को बताएं जो हमारी सृजनहारा है, हमारे स्वामी हैं। उससे बढ़कर हमारे दुर्बलताओं में हमें अनुग्रह देकर बलवंत करके उस दुर्बलता को पार करने देने वाला परमेश्वर है, उसी को बताएं हम। രാത്രിയിൽ ഈ ചിന്ത നിങ്ങളുടെ ചിന്തയിലേക്ക് വരട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ഇത് ശക്തി തരും. ആമേൻ. അതായത് ആമേൻ, എന്റെ ബലഹീനതയിൽ എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ ബലഹീനനല്ല, ഞാൻ ശക്തിയുള്ളവനാണ്. പിശാചേ, നിന്റെ തന്ത്രങ്ങൾ എന്റെ മേൽ ഫലിക്കില്ല. അഞ്ചാമത്തെ കാര്യം കൂടെ ഞാൻ പറഞ്ഞവിടെ അവസാനിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇത് രാത്രിയിൽ എന്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്ന ഈ ഒരു ചിന്തയോടുകൂടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ. എന്നെയും നിങ്ങളെയും തന്നെയാണ്, ഏകരാണ്. ആമേൻ. യു ആർ ലോൺലി.
ആമേൻ നിങ്ങളുടെ കൂടെ ആരുമില്ല, ആമേൻ നിങ്ങൾ ചുരുക്കമാണ് എന്നിത്യാദി ചിന്തകൾ കൊണ്ടുവരുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടുന്നതിന് ഈ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് കൊടുക്കണം. അവൻ ലോകാവസാനത്തോളം ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ മാറിയിരിക്കുന്നില്ല. എന്നോട് ചേർന്നിരിക്കുന്ന ആമേൻ ആ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. പിശാചേ, നിന്റെ തന്ത്രങ്ങൾ എന്റെ അടുത്ത് ഫലിക്കുകയില്ല. ഹല്ലേലൂയ. प्यारों, हम अभी पांचवा बात, हमारे अंदर शैतान के विचार और उसके कुतंत्रों के विरोध में ये होनी चाहिए, जैसे मत्ती 28:20 में प्रभु यीशु मसीह ने कहा, देखो जगत के अंत तक मैं तुम्हारे संग हूं। शैतान जब हमारे अंदर, हम निर्बल है, हम अकेले हैं और कोई हमारे साथ नहीं है, हम असहाय है, ये सब विचार लाता है, तो हम जान लीजिए, खुद को बताइए और घोषणा कीजिए कि नहीं, मैं अकेली नहीं हूं। सर्वशक्तिमान परमेश्वर, सृजनहारा, मृत्युंजय प्रभु मेरे संग है। जगत की अंत तक मुझे कभी नहीं छोड़ने वाला, मेरे हाथों को थामने वाला परमेश्वर मेरे संग है। यह जानकर हम शैतान के तमाम प्रकार के विचार और उसकी सारे षड्यंत्रों पर जय पा सके। രണ്ട് കാര്യങ്ങളാണ് പിശാച് നമ്മുടെ ഈ ലോൺലിനെസ്സുമായിട്ടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുന്നത്. ഒന്ന് പറയും, ആമേൻ നീ തന്നെ ഉള്ളൂ, എന്തും ചെയ്യാം, കുഴപ്പമില്ല, തനിയേ ഉള്ളൂ, ആമേൻ നിന്റെ കൂടെ ആരുമില്ല, ആമേൻ എന്ന ഒരു ചിന്ത കൊണ്ടുവരും. രണ്ടാമത്തെ ചിന്ത തനിയുള്ളപ്പോ കൊണ്ടുവരുന്നത് ഇതാണ്, ആമേൻ നിന്റെ കൂടെ ആരുമില്ല, ആമേൻ നീ ഏകനാണ്, നിന്നെ സഹായിപ്പാൻ ആരുമില്ല, നീ തന്നെ പോയാൽ താഴെ വീഴും, നീ തന്നെ നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല, നീ നഷ്ടപ്പെട്ടു പോകും. ഈ രണ്ട് ചിന്തകളാണ് പിശാച് നമ്മുടെ ഈ ആമേൻ തന്നെ, ആമേൻ മറ്റാരുമില്ല, ആ ലോൺലിനെസ്സുമായിട്ട് പ്ലേ ചെയ്യുന്ന രണ്ട് ചിന്തകൾ. ഇതിന്റെ നടുവിൽ പിശാചിനോട് പറയണം, പിശാചേ, നിന്റെ പ്രവർത്തികൾക്ക് എന്റെ മേൽ സ്ഥാനമില്ല, ആമേൻ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആമേൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ പറയുവാൻ കഴിയട്ടെ, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, നിത്യനായ ദൈവം, നീതിമാനായ ദൈവം, വിശുദ്ധനായ ദൈവം എന്നോടൊപ്പമുണ്ട്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ എന്നോടൊപ്പമുണ്ട്, ലോകത്തെ ജയിച്ചവൻ എന്നോടൊപ്പമുണ്ട്. പിശാചേ, നിന്റെ തന്ത്രങ്ങൾക്ക് എന്റെ മേൽ സ്ഥാനമില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ തന്ത്രങ്ങളോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു. എന്റെ ചിന്തകളെ ഈ 5 ചിന്തകൾ കൊണ്ട് ഞാൻ ആമേൻ നിറയ്ക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ 5 ചിന്തകൾ നമ്മുടെ ചിന്തയിലേക്കൊന്ന് നിറയ്ക്കാം. ഹല്ലേലൂയ. अकेलापन की सिलसिले में शैतान हमारे अंदर लाने वाली 2 प्रकार की विचार है। पहला यह है, तू अकेला है, कोई नहीं देख रहा है, इसीलिए जो तू चाहे वो कर ले। मतलब अकेलापन की सहारे में हमको पाप करने के लिए धकेलने का विचार शैतान हमारे अंदर लाता है। तब हम इस बात को जान लीजिए, नहीं, भले ही कोई मनुष्य मुझे नहीं देख रहे हैं, हर प्रकार की मनुष्यों की नजर से मैं बिल्कुल हटकर हूं, तो भी परमेश्वर मेरे साथ है, परमेश्वर की नजरें मुझ पर लगे हुए हैं और मेरे अंदर ऐसा परमेश्वर से छिपने वाला कुछ भी बात नहीं। ऐसे हम शैतान का उस अकेलापन की, पाप कराने वाले विचार से बच करके रहें। दूसरी बात यह है कि अकेलापन के विचार में शैतान ये लाएगा, तू अकेला है, कोई तेरे सहारा नहीं, कोई तेरा साथ नहीं देने वाला है। इस प्रकार निराशा में हमारे अकेलापन की वजह से डालकर हमें प्रभु से दूर करना चाहता है। लेकिन तब हम ये कहे, नहीं, मैं अकेला नहीं हूं, मैं बेसहारा नहीं हूं, मैं असहाय नहीं हूं, मेरे मदद के लिए परमेश्वर है। वो परमेश्वर जो सर्वशक्तिमान है, मुझे बचाया है, बचाने में सक्षम है, मेरा संग हमेशा रहता है, मृत्यु में से जी उठा है। वो सर्वशक्तिमान परमेश्वर मेरे संग हमेशा हमेशा है। यह विचार के साथ में हम निरंतर शैतान के तमाम तंत्रों पर जयवंत होते हुए एक जयवंत मसीही जीवन बिता सकें। प्यारों, ആമേൻ ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത് ഇതാണ്, ആമേൻ പിശാചിന്റെ
തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. നമ്മൾ ചിന്തിച്ചു പിശാചിന്റെ പ്രവർത്തികളെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ അഴിച്ചു കളഞ്ഞു. ഇന്ന് രാത്രിയിൽ അവന്റെ തന്ത്രങ്ങളുമായി വരുന്നത് നമ്മുടെ ചിന്തകളിലേക്കാണ്. 5 കാര്യങ്ങൾ തന്ത്രങ്ങൾ നാം ചിന്തിച്ചു. 5 തന്ത്രങ്ങളെ ഓവർകം ചെയ്യുന്ന കാര്യങ്ങളും നാം ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് ആമേൻ ഈ 5 ചിന്തകളിലൂടെ ആമേൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയട്ടെ. ഒന്നാമതായി ഒന്നുകൂടെ പറയുന്നു, ആമേൻ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. രണ്ടാമത്, ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ച് ആമേൻ നിത്യമായ ശ്രേഷ്ഠമായ പ്ലാനുകളുണ്ട്. മൂന്നാമതായി, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു തലമുടി പോലും പൊഴിയുന്നില്ല. നാലാമതായി, എന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന തികച്ചെടുക്കുന്ന ഒരു ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നു. അഞ്ചാമതായി, ലോക അവസാനത്തോളം എന്നും 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 എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം എന്നോടുകൂടെയുണ്ട്. ഈ ചിന്തകൾ എന്നെയും നിങ്ങളെയും ശക്തരാക്കട്ടെ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സജ്ജരാക്കട്ടെ എന്ന ആത്മീക പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും കർത്താവിന്റെ വരവിനായി ഒരുക്കട്ടെ. ആമേൻ. എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനോടും ആമേൻ ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറായി. यारों, हमने ये विचार करते हुए शुरू किए थे कुरिन्थियों की पत्री से कि शैतान के तंत्रों से हम अज्ञात नहीं हैं, इसीलिए उसके सारे तंत्रों के बारे में हम जानकर उससे लड़कर रहे। हमने इसी सिलसिले में देखे कि शैतान के 5 प्रकार के षड्यंत्रों के बारे में। उसके बाद हमने ये भी देखा उन शैतान की षड्यंत्रों को जीतने के लिए हमको परमेश्वर ने दिए 5 प्रकार के वैचारिक हथियारों को, और उन हथियारों को हमने ऐसे देखा, सबसे पहले हम यह जाने कि हम परमेश्वर के संतान हैं। दूसरा ये है कि हमारे लिए परमेश्वर की एक सनातन योजना है। तीसरा, परमेश्वर की जानकारी के बिना हमारे जीवन में कुछ भी नहीं घटता है। चौथा, हमारे असहायता और निर्बलता में बढ़कर जाने वाले भर जाने वाला परमेश्वर की शक्ति और सामर्थ्य है। और 5वीं बात, हमारे अंदर ये रखना चाहिए कि हम अकेले नहीं हैं, जगत की अंत तक हमारे संग रहने वाला हमारे प्रभु है। इसीलिए प्यारो, इन सारे वचनों के अनुसार शैतान के तंत्रों से लड़ते हुए एक जयवंत जीवन बिताकर प्रभु यीशु मसीह की आमद के लिए हम तैयार हो जाएं। उसके लिए परमेश्वर वचनों के द्वारा हम सबकी सहायता करें। हालेलुया। आइए प्यारो, हम प्रार्थना में जाएंगे।